ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും ഒടുവിൽ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട ദൈവീക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. സ്വാഭാവികമായും നമ്മുടെയൊക്കെ ഒരു നാട്ടിൽ എല്ലാ മതസമൂഹങ്ങളുടെ കൈകളിലും ഗ്രന്ഥമുണ്ട്. അതുപോലെ മുസ്ലിങ്ങളുടെ ഒരു ഗ്രന്ഥം എന്ന നിലയിലാണ് ഖുർആനിനെ ലോകത്തുള്ള പല ആളുകളും കാണുന്നത്. അനേക പുസ്തകങ്ങൾ ലോകത്ത് ഉപലബ്ധമാണ്, വായിക്കപ്പെടുന്നുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിലൊരു മതഗ്രന്ഥം എന്ന നിലയിലാണ് ഖുർആനെ കാണുന്നതെങ്കിൽ അങ്ങനെ കാണുന്ന ഏതൊരു വ്യക്തിയും ഹതഭാഗ്യനാണ് വായനാ ലോകത്ത്. ആദ്യമായി മുസ്ലിം സമുദായത്തിന് ഈ ദൈവീക ഗ്രന്ഥവുമായി ഗാഢമായ ഒരു ബന്ധമില്ല എന്നതാണ് വലിയ സത്യം. പലപ്പോഴും വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു വീട്ടിലൊരാൾ മരിച്ചാൽ ആ മയ്യത്തിൻ്റെ സാമീപ്യമോ ആ മരിച്ച വീട്ടിൽ ഏതാനും നാളുകളിൽ ഓതപ്പെടുന്നതുമായ സൂറത്ത് യാസീൻ അല്ലാതെ അത് തന്നെ ഓതാൻ മാത്രം അറിയുന്ന, അതിൻ്റെ അർത്ഥം പോലും അറിയാത്ത ഒരവസ്ഥയാണ് ലോകത്തുള്ളത്. കാരണം സൂറത്ത് യാസീനിൽ പറയുന്നത് ഇത് മരിച്ചെടുത്ത് ഓതാനുള്ളതല്ല എന്നാണ്. ഒരധ്യായം അത് മരണപ്പെട്ട ആളുകളുടെ അയാൾക്ക് വേണ്ടി ഓതേണ്ടതല്ല എന്ന് പഠിപ്പിക്കുന്നൊരു വാചകം ഉൾക്കൊള്ളുന്ന അധ്യായം മരിച്ചെടുത്ത് ഓതുകയാണ് എന്ന് പറഞ്ഞാൽ എത്ര വലിയ വിവരക്കേടാണ് സമുദായത്തിനുള്ളത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഉത്ബോധനമാണ് വിശുദ്ധ ഖുർആൻ. കാരണം ഭൂമിയിൽ മനുഷ്യർ ജീവിക്കുമ്പോഴാണ് ഖുർആൻ ജീവിതത്തിൽ പകർത്തേണ്ടത്. സൂറത്ത് യാസീൻ 36-ാം അധ്യായം 70-ാമത്തെ വചനമാണ്. ഖുർആനിൻ്റെ അവകാശവാദം മനുഷ്യരാശിക്ക് മുഴുവനുമുള്ള ദൈവീക ഗ്രന്ഥം എന്ന നിലയിലാണ്. നമ്മുടെ പാലത്ത് പോലെയുള്ള പ്രദേശം അല്ലെങ്കിൽ കേരളം, ഇതര മതങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു നാട്, ഈ സമുദായത്തോടൊക്കെയുള്ള ഖുർആനിൻ്റെ സമീപനം എന്താണ്? ഖുർആൻ ആർക്ക് വേണ്ടിയാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? മക്കയിലൊരു പ്രവാചകൻ വരുന്നു. ആ പ്രവാചകൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഓതിക്കൊടുത്ത ഒരു ഗ്രന്ഥമേ അല്ല. കാരണം അന്ന് ഒരൊറ്റ മുസ്ലിമും ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ലഭിക്കുമ്പോൾ ആദ്യത്തെ മുസ്ലിം അബൂബക്കർ സിദ്ദീഖാകുന്നതും വനിത ഖദീജത്തുൽ കുബ്രയാകുന്നതും അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഖുർആൻ ഇറങ്ങിയത്? മാനവ രാശിയുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും ഖുർആൻ നോക്കിക്കാണുന്നു എന്നത് മുസ്ലിങ്ങൾക്ക് തന്നെ അറിയില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ തിന്മകളിലും മുസ്ലിങ്ങൾ അഭിരമിക്കുന്നത് എന്ന വസ്തുതയാണ് ഒന്നാമതായി പറയാനുള്ളത്. വിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം 1-ാമത്തെ വചനത്ത് പറയുന്നത് അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. 14-ാം അധ്യായം 1-ാമത്തെ വാചകമാണ്. മനുഷ്യരാശിയെ, മാനവതയെ, ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ജൈനനെ, ബൗദ്ധനെ, മതമുള്ളവനെ, ഇല്ലാത്തവനെ എന്നൊന്നും പറഞ്ഞില്ല ഖുർആൻ. മറിച്ച് മനുഷ്യരെ മുഴുവനും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവിക ഗ്രന്ഥം.
ആകാശഭൂമികളുടെ സൃഷ്ടാവ് ആരാണോ അവനിൽ നിന്നുള്ള ദൂതൻ എന്നും ഖുർആൻ പറയുന്നു. മുഹമ്മദ് നബിയെ കുറിച്ച് അല്ലാഹ് പറയുന്നത് അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം ആർക്കാണോ അവനിൽ നിന്നും മനുഷ്യരാശിക്കുള്ള ദൂതൻ. വലിയൊരു പോയിന്റാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരാശിക്കുള്ള ദൂതനാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുത്ത് അയച്ച ഒരാളല്ല. സർക്കാർ നിയോഗിച്ച ഒരു വ്യക്തിയേ അല്ല പ്രവാചകൻ. ഒരു ഗോത്രം തിരഞ്ഞെടുത്തയച്ച നേതാവുമല്ല ഈ ദൂതൻ. പിന്നെ ഈ ദൂതൻ ആരാണ്? ആകാശഭൂമികളുടെ സൃഷ്ടാവ് ആരാണോ അവൻ. അത് ശ്രീരാമനല്ല, മുഹമ്മദ് നബി അല്ല, യേശു ക്രിസ്തു അല്ല, കന്യാമറിയമല്ല. പിന്നെ അത് ആരാ? അത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതില്ലേ? കാരണം മനുഷ്യരില്ലാത്തൊരു കാലം ഉണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ ലോകത്ത്. മനുഷ്യനില്ല അന്ന്. അമ്പലമില്ല, ചർച്ചില്ല, പള്ളിയില്ല, സിനഗോഗിലില്ല. അപ്പം ഇന്നലെ നവംബർ 25 ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മതാധ്യക്ഷനായ ദിവസവും കൂടിയാണ് ഇന്നലെ. രാമക്ഷേത്രം പൂർത്തിയായപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാമരാജ്യം പൂർത്തിയായി എന്നാണ്. അപ്പം നിങ്ങളാരും അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ തമാശ വാട്സപ്പ് കാണുന്നുണ്ട്. നമ്മുടെ രാജ്യം എവിടെയുള്ളതെന്ന് കാണാൻ പോലും നമ്മളാരും തയ്യാറല്ല. ഇന്നലെ നവംബർ 25 രാമക്ഷേത്രം പൂർണ്ണമായി എന്നല്ല നരേന്ദ്രമോദി പറഞ്ഞത്, രാമരാജ്യം നിലവിൽ വന്നു എന്നാണ്. അപകടം പിടിച്ച ലോകത്തിലെ ഏറ്റവും വലിയ വാചകങ്ങളിൽ ഒന്നാണത്. പക്ഷേ നമുക്കതൊന്നും കേൾക്കാനോ വായിക്കാനോ അറിയാനോ ഒന്നും നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിശുദ്ധ ഖുർആൻ മാനവരാശിയോട് സംസാരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. മനുഷ്യ ജീവിതത്തെ എന്താണ് വർഗീയത, ഖുർആൻ അത് കൃത്യമായി പഠിപ്പിച്ചു. എന്താണ് അന്ധമായ ദേശഭ്രാന്ത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്ത് നടക്കുന്ന സകല തിന്മകളെക്കുറിച്ചും കൃത്യമായി അപഗ്രഥിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഒന്നാമതായി ഖുർആൻ പറയുന്നത് മനുഷ്യർക്കുള്ള ഗ്രന്ഥം എന്ന നിലയിലാണ്. പ്രവാചകൻ വന്നതും ഓതിക്കൊടുത്തതും മനുഷ്യകുലത്തിനാകമാനമാണ്. ഉക്കാലയിൽ, ദുൽമജാസിൽ, മജന്നായിൽ, അറബ് ഗോത്രങ്ങളിൽ എല്ലാം ആ പ്രവാചകൻ ക്രിസ്ത്യാനികളോട് ഖുർആൻ പാരായണം ചെയ്തു. ജൂതന്മാരുടെ മുമ്പിൽ ഖുർആൻ പാരായണം ചെയ്തു. ബൗദ്ധൈവ വിശ്വാസികളുടെ മുമ്പിൽ ഖുർആൻ പാരായണം ചെയ്തു. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് എന്താ? ഒരുപാട് ദൈവങ്ങളുണ്ട് ലോകത്തിന് നിന്നാണ്. ആ തെറ്റായ ധാരണയിൽ നിന്നാണ് നമ്മൾ തമ്മിൽ തല്ലിയത്. ഹിന്ദുവിൻ്റെ ദൈവം വേറെ, മുസ്ലിമിൻ്റെ ദൈവം വേറെ, ക്രിസ്ത്യാനിയുടെ ദൈവം വേറെ എന്ന വാദമുഖങ്ങളാണ് നമ്മളെ തല്ലിച്ചത്. രാമഭക്തി പൊലിപ്പിച്ച് നിർത്തി രാഷ്ട്രീയ നേട്ടങ്ങൾ നേടിയത് അവിടെയാണ്. രാമരാജ്യത്തെക്കുറിച്ച് സംസാരിച്ച ആളായിരുന്നു ഗാന്ധിജി. ഗാന്ധിജി പറഞ്ഞത്, ഞാൻ രാമരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും സമാധാനത്തോടുകൂടി കഴിയുന്ന ഒരു രാജ്യം. കാരണം രാമൻ അങ്ങനെയായിരുന്നു. രാമൻ അധികാരം കൊതിച്ച ആളായിരുന്നില്ല. പട്ടാഭിഷേക സമയത്ത് ഭരതന്റെ, നമുക്കറിയാം, ശ്രീരാമന്റെ ചെരുപ്പ് വെച്ചുകൊണ്ട് ഭരതൻ അധികാരത്തിലേറുമ്പോഴും വനവാസത്തിന് രാമൻ പോകുമ്പോഴും അകാരണമായി ഒന്നിനെയും കൊല്ലരുത് എന്ന് പറഞ്ഞ് നാട് വിട്ട് കാട് കയറിയ ആളായിരുന്നു ശ്രീരാമൻ. രണ്ടാളുകൾ തമ്മിൽ കലാപമുണ്ടായാൽ അവരെ രഞ്ജിപ്പിക്കുക, അതാണ് രാമൻ. അതാണ് രാമൻ എന്ന പദത്തിൻ്റെ അർത്ഥം. രഞ്ജിപ്പുണ്ടാക്കുന്ന ആള്, രമ്യതയിൽ ആളുകളെ എത്തിക്കുന്ന ആള്, ഇതായിരുന്നു. ആ രാമന്റെ പേര് പറഞ്ഞിട്ടാണ് ഇവിടെ കലാപത്തിന്റെ കൊടിയേന്തിയത്. 1992 ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടത്. ഇന്ന് മുസ്ലിങ്ങളെല്ലാവരും ഭീകരവാദികളാണെന്ന് പരസ്യമായി പറഞ്ഞാലും കേരള സർക്കാരിന് പോലും ഒരു പ്രശ്നമില്ല. യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, മതനിഷേധികൾ സോഷ്യൽ മീഡിയ കൈയടക്കിയിരിക്കുന്നു. വിവരക്കേടുകൾ മാത്രം വിളിച്ചു പറയുന്നു. തമ്മിൽ ആളുകളെ തല്ലിക്കുന്നു. വിമാനത്തിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. കാരണം എയർപോർട്ടുകളിൽ മുസ്ലിം തീവ്രവാദികളില്ല എന്നുറപ്പാക്കിയാലാണല്ലോ ഫ്ലൈറ്റ് പറക്കുക എന്നാണ് ഒരു എക്സ് മുസ്ലിം
വിവരദോഷി പ്രസംഗിച്ച് ചാനലിൽ പ്രസംഗിക്കുന്നത്. അവനിവിടെ ആരും അറസ്റ്റ് ചെയ്യണില്ല. മുസ്ലിങ്ങളൊക്കെ ഭീകരവാദികളാണെന്ന് പരസ്യമായി ഒരു നന്മയും ആ മതത്തിന് ഇല്ലെന്ന് പ്രസംഗിക്കുമ്പോഴും, സമൂഹങ്ങൾ തമ്മിൽ തല്ലിക്കുന്ന കാസ ഇവിടെ നിലനിൽക്കുമ്പോഴും ഇവിടെ ആർക്കൊരു പ്രശ്നമില്ല. 10 വോട്ടാണ് എല്ലാവർക്കും വേണ്ടത്. അധികാരം കിട്ടണം. ഈ രാജ്യം നേടിയത് ആരാ? അങ്ങനെ ഒരു ചിന്ത തന്നെയല്ല. ഇന്ത്യയുടെ ഗേറ്റിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുണ്ട്. 65% മുസ്ലിങ്ങളാണ്. ഇന്നും ഈ മാറിയ ഇന്ത്യയിലും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ബാക്കി എല്ലാം കൂടി കൂടിയതേ ഉള്ളൂ 35%. അതിൻ്റെ പേരിൽ പോലും ഒരു അഭിമാനമില്ലാത്ത കൗമ് ഇത്. 100 ആളിൽ 65 ആൾ മുസ്ലിങ്ങളായിരുന്നു, 35 ആളാണ് ക്രിസ്ത്യാനിയും ഹിന്ദും ബാക്കിയുള്ളവനും എല്ലാവരോടും കൂടിയുള്ളത് ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരെ കെട്ടിട്ടിക്കുന്നതിൽ. ഒന്ന് ക്ലിയറായി പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പോരാട്ടം കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് നാട് കടന്നത് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി ശരിയാണ്. ചിലപ്പോൾ അത് വികാരമായിട്ട് തോന്നിയേക്കാം. എന്നിട്ട് പോലും ഈ രാജ്യത്ത് ഒന്നിനും കൊള്ളരുതാത്തൊരു വിഭാഗമായി മുസ്ലിങ്ങൾ മാറി. എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങൾക്ക് ഇസ്ലാമില്ല എന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂലിനോട് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം എന്നാ പറഞ്ഞ്. ഒരു ഖുർആൻ സമ്മേളനം എന്ന് പറഞ്ഞാൽ ആളുകൾ വിചാരിച്ച മുസ്ലിങ്ങളുടെ സമ്മേളനമാണ്. ഭഗവത്ഗീത സമ്മേളനം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സമ്മേളനമാണ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ബൈബിൾ സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികളുടെ സമ്മേളനമാണ് എന്ന് മനസ്സിലാക്കുന്ന പോലെ തന്നെ നേരെ മറിച്ച് ഖുർആൻ ഉറപ്പിച്ച് പറയാൻ പറ്റും എനിക്ക്. ഖുർആനിലെ ഏതെങ്കിലും ഒരു വാചകം മനുഷ്യത്വ വിരുദ്ധമായി കാണാൻ സാധ്യമേ അല്ല. കാരണം ഖുർആൻ 20ലധികം തവണ അന്നാസ് എന്ന് വിളിച്ച ഗ്രന്ഥമാണ്. ഖുർആനിലെ ഏറ്റവും അത്ഭുതം 1-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വചനം, അൽഹംദുലില്ലാ, സർവസ്തുതികളും സർവലോക പരിപാലകനായ പ്രപഞ്ചനാഥനാണ് എന്നാണ്. സർവലോക പരിപാലകൻ. ആ ഒരൊറ്റ വാചകം മതി ഖുർആൻ എന്താന്ന് മനസ്സിലാകാൻ. നമ്മളറിയാം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം. ദശരഥ മഹാരാജാവിൻ്റെ പുത്രനാണ് ശ്രീരാമൻ. ശ്രീരാമന് മുമ്പ് ലോകമുണ്ട്. കന്യാമറിയമിൻ്റെ പുത്രനാണ് യേശു. കന്യാമറിയമിന് മുമ്പ് ലോകമുണ്ട്. ദേവകിയുടെ 8-ാമത്തെ പുത്രനാണ് ശ്രീകൃഷ്ണൻ. ദേവകിയുടെ മുമ്പ് ലോകമുണ്ട്. ആദ്യത്തെ മനുഷ്യൻ ആദാം, അതിനു മുമ്പ് ആകാശം ഉണ്ടല്ലോ. ബാല, സുരേന്ദ്ര, ഓർക്ക്. ആ ആകാശം ആര് സൃഷ്ടിച്ചു? നരവംശ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പ്രകാരം മനുഷ്യർ ഈ ഭൂമുഖത്ത് വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഉണ്ട്. ആനയുണ്ട്, അണ്ണാനുണ്ട്, കഴുകനുണ്ട്, കാക്കയുണ്ട്, എല്ലാം ഉണ്ട്. ഈ ജീവവർഗങ്ങളെ ആര് സൃഷ്ടിച്ചു? ആമസോൺ കാടുകളിൽ ഗർജിക്കുന്ന വലിയ വലിയ ജീവികളുണ്ട്, ചിഹ്നം വിളിക്കുന്ന ആനകളുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നപ്പോഴും അമ്പലമില്ല, പള്ളിയില്ല, ചർച്ചില്ല. മനുഷ്യൻ പിന്നീട് സൃഷ്ടിക്കപ്പെട്ടവനാണ് ഭൂമുഖത്തേക്ക്. ആ മനുഷ്യന് വേണ്ടിയാണ് വേദം അവതരിപ്പിക്കപ്പെടുന്നത്. ആ വേദത്തിൽ എല്ലാ മാന്യമായ സംസ്കാരങ്ങളെയും സ്വഭാവങ്ങളെയും ആ വേദഗ്രന്ഥം മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ കാഴ്ചപ്പാടും ആ വേദഗ്രന്ഥത്തിൽ രൂപപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ നാട്ടിൽ ജീവിച്ച ഇതര മതസമൂഹങ്ങൾക്ക് ഈ വേദഗ്രന്ഥം എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ഏറ്റെടുത്ത മുസൽമാൻ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നാലോചിക്കണം. മനുഷ്യരാശിയോട് യാ അയ്യുഹന്നാസ് വഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 21-ാം. അവിടെ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുന്ന പറയുന്നത്. ആ ദൈവത്തിൻ്റെ ഗുണം, വിശേഷണം ഖുർആൻ പറയുന്നത് അല്ലദീ ജഅലലക്കുമുൽ അർള ഫിറാശ എന്നാണ്. ഈ ഭൂമിയെ വിരിപ്പാക്കി തന്നവൻ. ഈ ഭൂമിയിലേക്ക് വന്ന ആളാണ്. ചരിത്രമാണെങ്കിൽ തന്നെ ദശരഥ മഹാരാജാവും ശ്രീരാമനും. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, ശ്രീരാമൻ വരുന്നതിന് മുമ്പ് കടലുണ്ടോ? ഉണ്ട്. പുഴയുണ്ടോ? ഉണ്ട്. കിണറുകളിൽ വെള്ളമുണ്ടോ? ഉണ്ട്. അതാരുണ്ടാക്കി? സിമ്പിളാണ്. മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് ലോകമുണ്ടോ? ഉണ്ട്. അതാരുണ്ടാക്കി? എനിക്ക് ഗൗരവമായി തോന്നിയൊരു പോയിന്റ് പറയാം. ഇപ്പം ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞാൽ
അദ്ദേഹത്തിൻ്റെ പ്രതിമയുണ്ട് ഇവിടെ. പക്ഷെ മുഹമ്മദ് നബിയുടെ പ്രതിമയില്ല. എന്തുകൊണ്ട്? യജുർവേദം, ചതുർവേദത്തിലെ യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം അനുസരിച്ച് പ്രതിമ പാടില്ല. ഈശ്വരന് പ്രതിമയില്ല. ഈശ്വരൻ ഏകനാണ്. അത് അതുപോലെ പാലിച്ച ഒറ്റ മതണ്ടേ ഇസ്ലാമേ ഉള്ളൂ. ക്രിസ്ത്യാനിറ്റി പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം, മിശ്രീം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത് എന്നാ പറഞ്ഞ്. 1949 ശ്രീരാമന്റെ പ്രതിമ ബാബരി മസ്ജിദിനുള്ളിൽ ഒരു സന്യാസി കൊണ്ടുപോയി വെച്ചു. അവിടെ നിന്നാണ് ഹിന്ദു മുസ്ലിം പ്രശ്നത്തിന്റെ ഒരു കാര്യം. ഒരു സന്യാസിയാണ് ആ തിന്മ ചെയ്തത്. എന്താ? വേദഗ്രന്ഥം പറഞ്ഞു ഉന്നതസ്യ പ്രതിമാസ്തി, ദൈവത്തിന് പ്രതിമല്ല. ആ പ്രതിമ കൊണ്ടുവന്ന് പ്രതിമ പാടില്ലെന്ന് പഠിപ്പിച്ച ഒരു ആരാധനാലയത്തിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുക വഴി ആ സന്യാസി നിർവഹിച്ച ദൗത്യം എന്താ? എത്ര പേർക്കറിയാതെ? എത്ര പേർ പഠിച്ചു? എത്ര പേർ വായിച്ചു? എവിടെയാണ് നമ്മുടെ ഭിന്നിപ്പിന്റെ തുടക്കം? ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞ വലിയൊരു തന്ത്രം പയറ്റി. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്ര എന്ന ലോകമാണ് തറവാട്. എല്ലാവരും ഒരേ ആശയക്കാരല്ല, നമുക്കറിയാം. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന, ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതിൽ കൊടുത്തിട്ടുള്ളത് ഇഷ്ടമുള്ള മതം ആർക്കും സ്വീകരിക്കാം, അത് പ്രബോധനം ചെയ്യാം, അത് പ്രചരിപ്പിക്കാം, അതിന്റെ ആചാരം കൊണ്ട് നടക്കാം. മതേതരത്വം എന്ന് പറഞ്ഞാൽ മതമില്ലാത്ത ലോകമല്ല. അതുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, പാശ്ചാത്യ സെക്കുലറിസം എന്ന് കേൾക്കുമ്പോഴുള്ള ഭാവം ഇന്ത്യൻ സെക്കുലറിസത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് എഴുന്നള്ളിക്കരുത്. പ്രഥമ പ്രധാനമന്ത്രി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഒരൊറ്റ ദൈവത്തെ കുറിച്ച് നമ്മൾ പറയുന്നു. ഋഗ്വേദത്തിൽ പറയുന്നത് യോ ദേവാനാം നാമത ഏകേവാന്ത ഏകം സത്ബഹുദാവിപ്രവദന്തി, ലോകത്തിനൊരൊറ്റ ദൈവം ഏകം. ഉണ്ടോ? ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്, ദൈവം ഏകൻ. കുൽ ഹുവല്ലാഹു അഹദ്. യഹ് ഹീബ്രുവിൽ യഹ് അഹദ്, ഒരേ സ്വരം. ഏകം ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. എന്നറിയാം, ഞങ്ങൾ ഈ പള്ളിയിൽ പോയിട്ട് ഇപ്പോൾ 7:35 നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിങ്ങൾ കൈകെട്ടുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കി? ഒരു ഗോത്ര ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നോ? ഞങ്ങൾ അതിൽ പറയുന്ന വാചകം തന്നെ എന്താ അറിയോ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. 14 ലോകങ്ങളുടെയും നാഥ, ഉടയ തമ്പുരാനെ, പടച്ച തമ്പുരാനെ, ആകാശഭൂമികളുടെ നാഥ. ആകാശത്തെ സൃഷ്ടിച്ചതിൽ യേശുവിനൊരു പങ്കില്ല, ശ്രീരാമനൊരു പങ്കില്ല, ശ്രീകൃഷ്ണന് പങ്കില്ല, മുഹമ്മദ് നബിക്ക് പങ്കില്ല. പങ്കുള്ള ആരാ? സർവശക്തനായ പടച്ച തമ്പുരാൻ. ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യജാത പതിരേകാസീത് സദാധാര പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈ ദേവായ അവിശ്വാവിദേമാം. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ റിക്കിൽ വളരെ കൃത്യമായി പറയുന്നു, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, അവനെയാണ് ആരാധിക്കേണ്ടത്. ഇസ്ലാം അത് അരക്കെട്ടുറപ്പിക്കുന്നു. നോക്കൂ, ബൈബിളിൽ പറഞ്ഞു ബിംബം പാടില്ല, വേദഗ്രന്ഥത്തിൽ പറഞ്ഞു ബിംബം പാടില്ല, കേനോപനിഷത്തിന്റെ 6-7 ശ്ലോകത്തിൽ പറഞ്ഞു ബിംബം പാടില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയുടെ ബിംബല്ല. കാരണം പൂർവകാലത്ത് പറഞ്ഞ സത്യം ബൈബിളിലായതുകൊണ്ട് എനിക്കത് സ്വീകാര്യമല്ല എന്നല്ല മുഹമ്മദ് നബി പറഞ്ഞ്, എനിക്കത് സ്വീകാര്യമാണ് എന്നാണ്. ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വഉൻസില ഇലൈക്കും, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട വേദത്തിന്റെ തത്വത്തെ ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത്. അതുകൊണ്ട് ബൈബിളിൽ ബിംബാരാധനയില്ല. ക്രിസ്ത്യാനിറ്റി പിന്നുണ്ടാക്കി. ഹൈന്ദവ വേദഗ്രന്ഥത്തിൽ ബിംബാരാധനയില്ല, സിട്ടിപൂജല്ല. പക്ഷെ നമ്മളുണ്ടാക്കി. അപ്പം മതങ്ങളുണ്ടായി, തല്ലുണ്ടായി, എന്റെ മതം നിന്റെ മതം എന്നുള്ള ശബ്ദമുണ്ടായി. നേരെ മറിച്ച് സൂര്യനെ കുറിച്ച് നമുക്ക് തർക്കമുണ്ടോ? 200 സൂര്യൻ, ഹിന്ദു സൂര്യൻ, ക്രിസ്ത്യൻ സൂര്യൻ, എക്സ് മുസ്ലിം സൂര്യൻ, അങ്ങനെ ഒരു വിവരക്കേട് ഈ ലോകത്തിന്റെ നാഥനില്ല. എത്ര വ്യക്തമാണ്, എത്ര കൃത്യമാണ്. നിങ്ങൾ നോക്കൂ, ഒറീസയിലെ യേശുവിന്റെ പ്രതിമ തകർക്കപ്പെട്ടു. ക്രിസ്ത്യാനികളും അന്നത്തെ സംഘപരിവാരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി.
പക്ഷെ ലോകത്തെവിടെങ്കിലും മുഹമ്മദ് നബിയുടെ പ്രതിമ തകർത്തു എന്നിട്ട് ഏതെങ്കിലും ഒരു ജനപദമായിട്ട് മുസ്ലിങ്ങൾക്ക് തെറ്റേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴെന്താ പറയുന്നത്? മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ്. നോക്കൂ, ഗാന്ധിജിയെ കൊല്ലാൻ വന്നതാരാ? ഗോഡ്സെ. ഗോഡ്സെ എങ്ങനെ വന്നത്? ആദ്യം പർദ്ദട്ടിട്ടാ വന്നത്. നിങ്ങൾക്ക് ആർക്കും അറിയോ? ഗോഡ്സെ ഒരു പർദ്ദ ഷോപ്പ് പോയി പർദ്ദ വാങ്ങി. കാരണം മീശയും താടി ഉണ്ടായിരുന്നില്ല, ആരിഫ് ഹുസൈനെ പോലെയായിരുന്നു, കോലം കൊണ്ടും രൂപം കൊണ്ടും ഒക്കെ. അപ്പോ പർദ്ദട്ടിട്ട് ഗാന്ധിജിനെ കൊല്ല. അപ്പൊ മുസ്ലിങ്ങളാ അന്ന് തുടങ്ങിയതാ, ഇന്നൊന്നലെ ഒന്നല്ല, സംഘപരിവാരങ്ങൾ അന്ന് തുടങ്ങിയ തോന്നിയാസാത്. പർദ്ദട്ടിട്ട് ഗാന്ധിജിനെ കൊല്ലാൻ പാളിപ്പോയി. ഗാന്ധിജി കൊല്ലപ്പെട്ട ഉടനെ മുസ്ലിങ്ങൾ അന്ന് പ്രചരിപ്പിക്കപ്പെട്ടു. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്. ആദ്യത്തെ ഒരാഴ്ച മാപ്പിളാരാന്ന് അറിഞ്ഞു കിട്ടിയ എല്ലാവർക്കും സമാധാനമായി. 250 ആൾ മരിച്ചാലും വേണ്ടിയില്ല, 2.5 ലക്ഷം ആൾ മരിച്ചാലും വേണ്ടിയില്ല, മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇനി അച്ഛൻ ചത്താലും വേണ്ടിയില്ല, മാപ്പിളാരാന്ന് പറഞ്ഞിട്ടിയല്ലോ എന്നാ. പിന്നെ കഴിഞ്ഞാൽ അത് സന്യാസിയാന്ന് പറയും, ചോന്ന തുണി ഉടുത്തോളാന്ന് പറയും. ഏയ് അവിടെ വചനമാല കെട്ടിയിട്ടുണ്ടാവും. അത് പ്രശ്നമല്ല, ഇനി പ്രശ്നമല്ല. അതൊരു പെട്ടിക്കോളത്തിൽ ഒരു മൂലയില് ആണത്തമില്ലായ്മ, നട്ടല്ലില്ലായ്മ. മുസ്ലിങ്ങൾ നിങ്ങൾ ആരും പേരാറുണ്ട്. നമ്മൾ പടച്ച തമ്പുരാൻ തന്ന തൗഫീഖുൻ നമ്മൾ ആരെക്കൊള്ളേ. അതുകൊണ്ടല്ലേ നമുക്ക് പടക്കം പൊട്ടിക്കൽ തന്നെയല്ല, പിന്നല്ലേ ഒരുപാട് മത്സരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ജനതയാണ് മുസ്ലിങ്ങൾ. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഗാന്ധിജിയെ കൊന്ന മുസ്ലിമല്ല, ഇന്ദിരാഗാന്ധിയെ കൊന്ന മുസ്ലിമല്ല, രാജീവ് ഗാന്ധിയെ കൊന്ന മുസ്ലിമല്ല, ബാബരി മസ്ജിദ് പൊളിച്ച മുസ്ലിമല്ല, സംജോത സ്ഫോടനം നടത്തിയ ഒരു സന്യാസിനിയാണ്, മക്ക സ്ഫോടനം നടത്തിയ അതുപോലെ അസീമാനന്ദയാണ്. അല്ലാണ്ട് മുസ്ലിം അതിലൊരു പങ്കുമില്ല. ഓർക്ക് പനോലപ്പടക്കം തന്നെ പൊട്ടിച്ച് പരിചയമല്ല. പിന്നെ കല്യാണപ്പുരയിൽ ഇപ്പോൾ കുറെ തെമ്മാടികളായ മുസ്ലിം നാമധാരികൾ, ഇസ്ലാമില്ലാത്ത മനുഷ്യത്വമില്ലാത്ത 2 കാലം നിൽക്കുന്ന ജന്മങ്ങൾ പൊട്ടിക്കുന്നതിന് ഇസ്ലാമിൽ ഒരു സ്ഥാനമില്ല. പൊട്ടിക്കാൻ ഇവിടെ വേറൊരു കുണ്ടച്ചോണ്ട് ഒരു വാങ്ങി പൊട്ടിച്ചു, അല്ലാണ്ട് ഓൽക്കായിട്ട് പൊട്ടിക്കാൻ സാധനം ഉണ്ടാകാറില്ല. ഞാൻ പറയുന്നത് മുസ്ലിങ്ങളോട് നിങ്ങൾ ഈ വീട്ടിലൊക്കെ കയറി ഞങ്ങളുടെ ഖുർആനിൽ വർഗീയതല്ല നിങ്ങളൊന്ന് കാണിച്ചു തരുന്ന കൊടുക്കുക, എല്ലാവരുടെ കയ്യിലും മലയാളത്തിൽ കൊടുക്കുക. മനുഷ്യത്വത്തിന് വിരുദ്ധമായ ഒരു വാക്കതിൽ കാണാൻ കഴിയില്ല. എനിക്ക് 100% ഉറപ്പാ. ഞാൻ എത്രയോ ക്ഷേത്രത്തിൽ പ്രസംഗിക്കാൻ സൗഭാഗ്യം കിട്ടിയ ഒരാളാണ്. എത്രയോ ചർച്ചകളിലേക്ക് പ്രസംഗിക്കാൻ സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സന്യാസിമാരുടെ വലിയ വലിയ സിനിമാ സംവിധായകന്മാരുടെ സിനിമാ നടന്മാരുടെ കൂടെയൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു പ്രസംഗത്തിലെയും ഒരു കണ്ടന്റിനെയും താത്വികമായി വിമർശിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഞാനൊരു മുസ്ലിമാണ്. എനിക്കിവിടെ ഭാസ്കരേട്ടനെ കണ്ടാൽ മനസ്സിലാവും എൻ്റെ പടച്ചോന്റെ അടിമയാണ്, അള്ളാന്റെ അടിമയാണ്, മനസ്സിലാവും. ഇതൊക്കെ അള്ളാന്റെ സൃഷ്ടികളാണ്. എന്തൊക്കെയോ അറിവില്ലായ്മ കൊണ്ട് വ്യത്യസ്ത മതമുണ്ടാക്കി അതിൽ കുറെ ആളുകൾ ജീവിക്കുന്ന പുരോഹിത്യം, അത്ര മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ഇൻഷാ അല്ലാഹ് സുദീർഘമായി ഷിയാബടക്കര നല്ലൊരു പ്രഭാഷകനാണ്, നിങ്ങൾക്കറിയാം, എൻ്റെ പ്രിയ സുഹൃത്താണ്. അദ്ദേഹം നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇശാ ജമാഅത്തിന് ശേഷം അദ്ദേഹം സംസാരിക്കും. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി വൈൻഡപ്പ് ചെയ്യുന്നു. പടച്ച തമ്പുരാനിൽ നിന്ന് മനുഷ്യർക്കുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. അത് പഠിക്കേണ്ട ബാധ്യത മുസ്ലിങ്ങൾക്കുണ്ട്, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത മുസ്ലിങ്ങൾക്കുണ്ട്. നമ്മുടെ ഒക്കെ പടച്ചോൻ ഒന്നാണ്, നമ്മുടെ രാജ്യം ഒന്നാണ്, നമ്മുടെ തറവാടൊന്നാണ്, നമ്മൾ ഒരേ ദൈവത്തിൻ്റെ അടിമകളാണ്, ഒരേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ മനുഷ്യകുലം ഒന്നാണ് എന്ന ആശയമാണ് ഞാൻ പറഞ്ഞത്. തമ്മിൽ തല്ലിക്കുന്നതും കൊല്ലിക്കുന്നതുമൊക്കെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ്. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.